2020 ജനുവരി 8 കളിയിക്കവടയിലെ ചെക്ക് പോസ്റ്റിൽ വെച്ച് തമിഴ്നാട് പോലീസിലൊരു SI ആയിരുന്ന വിൽസെൻറ്റിനെ കുറേ ആൾ വിൽസെൻറ്റിനെ ഒരു അജ്ഞാത സംഘം വെടിവെച്ച് കൊന്നു. പിന്നീട് അത് തെളിഞ്ഞു അത് ഇസ്ലാമിക തീവ്രവാദികളായിരുന്നുവെന്ന്. ആ കേസിൽ ഇപ്പോൾ തമിഴ്നാട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രം സമർപ്പിച്ചത് ഗുരുതരമായ ചില കണ്ടെത്തലുകളിലൂടെയാണ്. നമ്മുടെ കേരളത്തിനോട് ചേർന്ന് കേരളത്തിൻ്റെ ഭാഗമെന്ന് തന്നെ പറയാവുന്നൊരു സ്ഥലത്താണ് കൊല നടന്നത്. അവിടെ നടന്ന ഈ കൊല നിർണായകമായ ഒരു പോലീസിലെ സ്പെഷ്യൽ SI ആയിരുന്നു, സ്പെഷ്യൽ സെല്ലിലെ. അയാളെ കൊലപ്പെടുത്തിയതിൻ്റെ കേസിലെ കുറ്റപത്രം കൊടുത്തതിനെക്കുറിച്ച് ഒരു വരി നമ്മുടെ പത്രങ്ങളിൽ ഇല്ല. അതെ അതെ, കഴിഞ്ഞ ദിവസമാണ് ഈ ഇളങ്കോവൻ എന്ന് പറഞ്ഞ ജഡ്ജിയുടെ കോർട്ടിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആ കുറ്റപത്രത്തിൽ പറയുന്നത് ഇത് ജിഹാദിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. ആ പോലീസുകാരൻ ഇവരോടൊരു ദോഷവും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പോലീസുകാരനെ കൊന്നിട്ട് സമൂഹത്തിൽ ഭീകരത സൃഷ്ടിക്കുക, ടെറർ ക്രിയേറ്റ് ചെയ്യുക, അതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഓർക്കുന്നില്ലേ, വർക്കലയിൽ ഇതുപോലൊരു ദളിത് സംഘടന ഉണ്ടാക്കിയിട്ട് വഴിയെ പോയ ആളുകളെ ചുമ്മാ വെട്ടിക്കൊന്നു. അതെ, ഒരു ടെറർ ഉണ്ടാക്കാൻ എന്തോ ഒരു ദളിത് പേരുണ്ടായിരുന്നു. പിന്നെ അത് കേട്ടിട്ടില്ല. PC ജോർജും ഒക്കെ ആയിട്ട് പിന്തുണ കൊടുക്കുന്ന പോലെയൊക്കെ അത് ചർച്ച വന്നപ്പോൾ അവർ കേസ് വന്നപ്പോൾ പറഞ്ഞാണ് ഞങ്ങൾ സംഘടന ഉണ്ടാക്കി. അയ്യങ്കാളി എന്തോ അയ്യങ്കാളി പടയുന്നല്ല, ഇംഗ്ലീഷ് അക്ഷരങ്ങളിലാണ്. അവർ പറഞ്ഞ കാര്യം വളരെ വിചിത്രമായിട്ട് തോന്നി. അവിടെ പറയുകയാണ് ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കി, അത് 4 പേര് അറിയണം. അതിനുവേണ്ടി വഴിയെ വെളുപ്പിനെ നടക്കാൻ പോയ ആളുകളെ വെട്ടിക്കൊന്നു. ഇതിൽ 2020 ജനുവരി 8 രാത്രി 9:20 ആണ് ഈ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് 2 പേര് വെടിവെച്ച് കൊന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. വിൻസൻ എന്നാണ് പേര്. വിൻസൻ എന്നാണ് പേര്, വിൽസൺ എന്നല്ല. അപ്പോൾ ഈ 2 പേര് അബ്ദുൾ ഷമീം 30 വയസ്സ്, തൗഫീഖ് 27 വയസ്സ്, ഈ 2 പേരാണ് വെടിവെച്ച് കൊന്നത്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ സൂത്രധാരൻ ഖാജ മൊയ്തീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾക്ക് 53 വയസ്സ്. ഈ ഖാജ മൊയ്തീൻ ഇവർ 2 പേരോടും ഇവരെ വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞു. മെഹബൂബ് പാഷ 48 വയസ്സ്, ഐജാസ് പാഷ 46 വയസ്സ്, സഫർ അലി 26 വയസ്സ്, സിഖബുദ്ദീൻ 36. ഇത്രയും പേരോട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ, അതായത് തോക്ക് എവിടുന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് അവരോട് നിർദ്ദേശിച്ചു. അവർ തോക്ക് ഈ ലൈസൻസ് ഇല്ലാത്തത്, അനധികൃതമായത് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ 2 പേർക്കും കൊടുത്തു. അങ്ങനെയാണ് വെടിവെച്ച് കൊന്നത്. ഖാജ മൊയ്തീൻ ഇസ്ലാമിക് സ്റ്റേറ്റ് IS അംഗമാണ്. IS ദേശ് എന്ന് പറയുന്ന സംഘടനയിലെ അംഗമാണ് അയാൾ. ഷമീമിനെയും തൗഫീഖിനെയും ഇയാൾ ഈ സംസാരിച്ചേ നമ്മൾ ഈ സത്യവിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കണം, ഇതാണ് കാഫിറുകളെ ഉന്മൂലനം ചെയ്യണം, അങ്ങനെ ഖലീഫേറ്റ് നടപ്പിലാക്കണം, ഖിലാഫത്ത് നടപ്പാക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അപകടം പറ്റിയാലും സ്വർഗം കിട്ടും, പൂർവികമാരുണ്ട് 72 കിട്ടും. അതെ, ഇതൊക്കെ പറഞ്ഞ് അവരെ മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ ചെയ്ത് തീവ്രവാദികളാക്കി. മെഹബൂബ്, ഐജാസ്, ജാഫർ അലി എന്നിവരോട് ഈ തോക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനും ഒക്കെ പറഞ്ഞു. ഇത് നമ്മൾ ജിഹാദ് നടത്തുകയാണ്, നിങ്ങളൊരു ജിഹാദിൽ പങ്കെടുക്കുന്നത് മോശപ്പെട്ട കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജിഹാദികളുടെ കഥയും ലോകത്ത് ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. കൊന്ന ശേഷം ഇവർ കേരളത്തിൽ വന്നു. ഈ പ്രതികൾ മുഴുവൻ തിരുവനന്തപുരം, എറണാകുളം KSRTC ബസ് സ്റ്റാൻഡുകൾക്കടുത്ത് ഈ ആയുധങ്ങൾ ഒളിപ്പിച്ചു. അപ്പോൾ കേരളവും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട്ട് പോയിട്ട് വേഷവും രൂപവും മാറി. അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ പോയി. ജനുവരി 15 ഇവരെ പോലീസ് പിടിക്കുന്നത് ഉടുപ്പിയിൽ വെച്ചാണ്, കർണാടകയിൽ. ഡൽഹി ഇപ്പോൾ ഇവരെ ഈ ഇളങ്കോവൻ്റെ കോടതിയിലേക്ക് കൊണ്ടുവന്നത് ഇവരെ ഒരുമിച്ചൊരു ജയിലിലല്ല പാർപ്പിച്ചിരിക്കുന്നത്. ഡൽഹി, ബംഗളൂരു, സേലം ജയിലുകളിലാണ്. ആ ജയിലുകളിൽ നിന്ന് വലിയ സുരക്ഷയോടുകൂടി IS ഒക്കെ ആയിട്ട് ബന്ധമുള്ളവരാണല്ലോ
കൊണ്ടുവന്ന് വിചാരണ കുറ്റപത്രം സമർപ്പിച്ച് നടപടികൾ തുടങ്ങി. അതെ, ഇതാണ് സംഭവം. അപ്പോൾ ഒരു വെറുതെ നിരപരാധിയായ പോലീസുകാരനെ കൊല്ലുന്നത് ജിഹാദാണ്. അയാൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള അതിർത്തി ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്ക് തമിഴ്നാട് ഭാഗത്ത് നിന്ന ആളാണ്. നമ്മൾ അടുത്ത കാലത്ത് ഈ ഭാഷ വട്ടിയൂർക്കാവിൽ രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിൽ വന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രതികളും ആ ഭാഷയും തമ്മിലൊക്കെ നമ്മളാണ് അത് ആദ്യമായിട്ടല്ല മലയാളത്തിൽ ആകെ റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്. അതെ, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വേറൊരു വിവരം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഭാഷയുമായി ബന്ധമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി തമിഴ്നാട്ടുകാരിയായിരുന്നു. തമിഴ്നാട്ടുകാരിയായ ആ പെൺകുട്ടിയെ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചു വിട്ടു. വിവാഹം കഴിപ്പിച്ചു വിട്ട ആൾ ഇയാളുടെ സ്വർണ്ണമൊക്കെ ഈ പെൺകുട്ടിയുടെ സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഒരാൾ ലീഗൽ എയ്ഡ് എന്നും പറഞ്ഞ ഒരാൾ വന്നു. അവർ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ എറണാകുളത്ത് കൊണ്ടുവന്ന് ഒരു കോഴ്സിന് ചെയ്യിക്കാൻ ചേർത്തു. കുറേയേറെ പണം കൊടുത്തു. പണം കൊടുത്തു കഴിഞ്ഞ് അതിനെ സഹായിച്ച് ഈ പാലാരിവട്ടത്ത് ഉള്ള ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം ഈ ഭാഷ തിരുവനന്തപുരത്ത് വന്ന ദിവസം ഒരു കോൾ വന്നു. തിരുവനന്തപുരത്തേക്ക് വരണം, നിനക്ക് തിരിച്ച് ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ പൊങ്കാലയുടെ തലേന്ന് പ്രധാനമന്ത്രി സന്ദർശനത്തിന് വരുന്ന ദിവസം അതിൻ്റെ തലേ ദിവസം ഈ പെൺകുട്ടിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. പക്ഷേ ഈ കുട്ടി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഭാഷയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഇയാളുമായി കാണാൻ പറ്റില്ല. എന്തോ ഒരു ദൗത്യം ഇവളെ സഹായിച്ചതിന് വലിയ ഫീസൊക്കെ കൊടുത്തൊരു കോഴ്സിന് ചേരാൻ പഠിപ്പിച്ചതിൻ്റെ പ്രത്യുപകാരം ആവശ്യപ്പെട്ടാണ് വിളിച്ചത്. ഈ സംഭവം നമ്മളറിഞ്ഞു. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. നമ്മളതിൻ്റെ പിന്നാലെ പോയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചു. ആദ്യം പോലീസ് സ്റ്റേഷന്റെ നേരെ എതിർവശത്തായിരുന്നു രണ്ടാം ഭാര്യയുടെ വീട് വട്ടിയൂർക്കാവ്. പോലീസ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ആദ്യം NIA അന്വേഷിച്ചു. NIA ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റലിലെ റൂംമേറ്റ്സൊക്കെ ആയിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഈ കുട്ടിയെ 2 ദിവസം പുറത്ത് വിടരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു. അങ്ങനെ വളരെ തകൃതിയായ അന്വേഷണം നടത്തി. ഏതാണ്ട് ഒരാഴ്ചയോളം ഹോസ്റ്റലിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞു. അതിനുശേഷം NIAയും സ്പെഷ്യൽ ബ്രാഞ്ചും കൂടെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞു. ഈ കുട്ടി ട്രാപ്പഡാണ്, ഇതിനൊന്നും ഒരു ബന്ധവുമില്ല. ഈ കുട്ടിക്ക് പണം കൊടുത്തു, സഹായിച്ചു. പിന്നീട് ഈ കുട്ടിയെ എന്തോ ഒരു മിഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരാൻ പറഞ്ഞത്. വിളിപ്പിച്ച ദിവസം ഓർക്കണം, പൊങ്കാലയായിരുന്നു, പ്രധാനമന്ത്രി വരുന്നത് രണ്ടിൻ്റെയും തലേ ദിവസമാണ്. അപ്പം 3-4-5 ലക്ഷം രൂപ ഈ കുട്ടിക്ക് വേണ്ടി ഇവർ ചെലവഴിച്ചു. അതിന് ഇപ്പോൾ തക്ക ഒരു പ്രത്യുപകാരം ചെയ്യണം എന്നും പറഞ്ഞാണ് ഈ കുട്ടിയെ വിളിപ്പിച്ചത്. പ്രത്യുപകാരം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഒരു ചാവേറാക്രമണം പോലുമാകാം. പക്ഷേ ആ കുട്ടിയെ NIA ഉൾപ്പെടെ വളരെ മാന്യമായ കാര്യം ചെയ്ത് ആ കുട്ടി നിരപരാധിയാണെന്നറിഞ്ഞ് അവർ പൊയ്ക്കോളാൻ പറഞ്ഞു. തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി. മാത്രമല്ല ഈ കുട്ടി ഇയാളുമായി ബന്ധമുള്ളതാണെന്നറിഞ്ഞ് 2 മാസത്തോളം NIAയുടെ ഒബ്സർവേഷനിലുമായിരുന്നു. ഈ വിവരം നമുക്കറിഞ്ഞു. നമ്മൾ പിന്നെ ഈ കുട്ടിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ട്രാപ്പിലായതാണോ എന്ന് നമുക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളം ACP രാജ്കുമാറുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. നമ്മൾ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയുണ്ട്, അതിൻ്റെ ഒരു ഭാവിയും കൂടി ഉള്ളതുകൊണ്ട് ഞാനിത് ലോക്കൽ പോലീസിനെ അറിയിച്ചിരുന്നു. രാജ്കുമാറും സംഘവും അവിടെ പോയി ഈ കാര്യങ്ങൾ കൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മൾ പിന്നീട് NIAയിൽ നിന്ന് തന്നെ ഈ കുട്ടി നിരപരാധിയാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മളത് വാർത്തയാക്കിയില്ല. ഒരാളുടെ ജീവിതം കളയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഫോളോ അപ്പുകളും നമ്മൾ അറിഞ്ഞിരുന്നു. അതെ, ഭാഷയുടെ അന്ന് NIA അറസ്റ്റ് ചെയ്തിട്ട് ഈ പോലീസ് സ്റ്റേഷൻ്റെ നേരെ എതിർവശത്താണ് വട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യയുടെ വീട്. എന്നിട്ടും കേരള പോലീസ് അറിഞ്ഞിരുന്നില്ല. അതെ അതെ, ഈ ഭാഷ വന്നു പോകുന്നത് നിരന്തരം അവിടെ വരുന്നുണ്ടായിരുന്നു. ഈ ഭാഷയുടെ തമിഴ്നാട്ടുകാരനാ, മലയാളിയാണ്. അതെ അതെ, ഈ ഭാഷയുടെ ഈ സഹായിയായി അല്ലെങ്കിൽ എന്തോ ഒരു ദൗത്യത്തിന് ഭാഷ സെലക്ട് ചെയ്ത പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നുള്ള വിവരവും കേരള പോലീസിനെ അറിയിച്ചത് നമ്മളാണ്. അതാണ് ഞാൻ പേര് സഹിതം ഞാൻ ആരെ വിളിച്ചാണ് പറഞ്ഞത് എന്ന് വരെ പറയുന്നത്. എറണാകുളം ACP രാജ്കുമാറിനെയാണ് ഞാൻ ഈ വിവരം അറിയിച്ചത്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ കൊച്ചി പോലീസിൻ്റെയും ഒരു സർവൈലൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈ വിൻസെൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ IS ബന്ധമുള്ള ഖാജ മൊയ്തീൻ ഉണ്ടല്ലോ, അയാളുമായിട്ടൊക്കെ തമിഴ്നാട്ടുകാരാണല്ലോ ഖാജ മൊയ്തീൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഷയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ഈ ഭാഷയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഭാഷയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ കളിക്ക് വിളയിൽ വിൻസനെ കൊന്നവരുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളത്. ഭാഷ ഇപ്പോൾ ജയിലിലാണ്.
പക്ഷേ വീണ്ടും ഭാഷ തമിഴ്നാട്ടിൽ NIA ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു. അതെ ആയിരുന്നു. എന്നിട്ട് അയാളാണ് തിരുവനന്തപുരത്ത് തമിഴ്നാട് പോലീസ് ജാമ്യം കിട്ടിയോ മറ്റോ അതെ കാവൽ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച തമിഴ്നാട് പോലീസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയിലാണ് പൊങ്കാലയുടെയും പ്രധാനമന്ത്രി വരുന്നതിൻ്റെയും തലേദിവസം തിരുവനന്തപുരത്ത് എത്തിയത്. അതെ അതെ അതെ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് NSGയുടെ ഒരു യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നു. കാരണം ഇത് ടെററിസ്റ്റുകളുടെ ഒരു ഹേവനാണ് കേരളം. ഈ വിൻസനെ കൊന്ന ആളുകളും കേരളത്തിലാണല്ലോ വന്നത്, തിരുവനന്തപുരം. അതെ, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ സാന്നിധ്യമുള്ള ഒരു സ്ഥലം ഈയിടെയായി ഒരു പോലീസ് ഓഫീസറിനോട് പറഞ്ഞു. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും ഇത്തരം വിഭാഗക്കാർ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും പതുക്കെ ഇത്തരം ആളുകൾ കടകൾ കച്ചവടം, കപ്പലണ്ടി കച്ചവടം മുതലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരെണ്ണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയല്ലോ. അത് ഹോട്ടെ, പക്ഷെ ഇതങ്ങനെയല്ല. എപ്പോഴും റോഡിൽ ഈ അപരിചിതരായ ആളുകൾ പുതിയ കച്ചവടക്കാർ വരുന്നു, തോർത്ത് വിൽക്കാൻ, കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ, കപ്പലിന് തെരുവോര കച്ചവടക്കാർ. അതെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് പറയുന്നത്. അത് അവിടെ എങ്ങും ഉള്ള ആളുകളല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരിടയ്ക്ക് മുമ്പൊരു പ്രചരണം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് പെട്ടിക്കടകൾ വരുന്നു, തട്ടുകടകൾ, എല്ലാത്തിനും കറുത്ത പെയിൻ്റാണ്. എവിടെ നിന്നാണെന്നറിയില്ല, ഹൈവേകളിലൂടെ ഉടനീളം എല്ലാ പ്രധാനപ്പെട്ട പാതകളിലും പുതിയ കടകൾ, കറുത്ത പെയിൻ്റ് അടിച്ച കടകൾ വരുന്നു. പക്ഷേ ആ കടകളൊക്കെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. എപ്പോഴാണെന്നറിയോ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം. എറണാകുളത്ത് അതുപോലെ രാത്രി 1 മണിക്ക് ഒരു പ്രകടനം സംഘടിപ്പിച്ചു. രാത്രി 1 മണിക്ക് 2000 പേര് വന്നു പ്രകടനത്തിന്. ഭൂരിപക്ഷവും നമ്മുടെ നാട്ടുകാരല്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചില ആളുകൾ, ആ സ്ഥലത്തിൽ ഉള്ളവരല്ലാത്ത കുറേയേറെ ആളുകൾ പല തൊഴിലുമായി ബന്ധപ്പെട്ടെന്ന വ്യാജേന, അതിനകത്ത് നോർത്ത് ഇന്ത്യൻസ് വരെയുണ്ട്. നോർത്ത് ഇന്ത്യൻസ് എന്നല്ല, ബംഗാളികൾ, റോഹിംഗ്യൻസ് ആയിരിക്കാം, ഇങ്ങനെയൊക്കെ വന്നു കൂടി കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ മറ്റേ ആ കഫേ രാമേശ്വരം കഫേ, ബാംഗ്ലൂർ കഫേ കഴിഞ്ഞപ്പോഴും പ്രതികൾ ഇവിടെ ഉണ്ടോ? അതെ, ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അതുകൊണ്ടാണ് പത്താൻകോട്ട് എന്ന് പറയുന്നത് പഞ്ചാബ് അമൃത്സറിൽ നിന്ന് 50 കിലോമീറ്റർ പോയ പാകിസ്ഥാനാണ്. അവിടെ വ്യോമസേന താവളം ആക്രമിക്കപ്പെട്ട സ്ഥലമാണ് പത്താൻകോട്ടിൽ. പിന്നെ അയോധ്യയിൽ ഇപ്പം ഇൻ്റർനാഷണൽ ടാർഗറ്റാണ് ജിഹാദികൾ. അപ്പോൾ ഈ 2 സ്ഥലത്ത് തുടങ്ങിയപ്പോൾ കേരളത്തിൽ തുടങ്ങി. അതുപോലെ ഒരു ഹോട്ട് ടാർഗറ്റാണ് കേരളം. അതുകൊണ്ടാണ് NSGയുടെ യൂണിറ്റ് 8 യൂണിറ്റേ ഉള്ളൂ. അതിലൊന്ന് ഇവിടെ വരുന്നു. ഇപ്പം 5 ഉള്ളൂ, 3 കൂടി വരുമ്പോൾ 8. അതിലൊന്ന് കേരളമാണ്, ചെറിയ സംസ്ഥാനം. അതെ, കേരളം നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പുറത്താണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഒരു വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കില്ല. അതാണ് എത്ര കഷ്ടമാണ്. കാരണം അത്തരം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഫണ്ടിങ് ഉണ്ടാവാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.